ഗോവയ്ക്ക് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. വലിയ വികസനങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ദേശീയ പാതയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബ്രിഡ്ജ് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജ് ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ്. അതിന് കേഡറുകൾ കൊടുത്ത് അതുപോലെ തന്നെ അതിനെ ഹാങ് ചെയ്യിച്ച് ആ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ എൻജിനീയറിംഗ് ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിമനോഹരമാണ്. ഗോവയിലൊരു ഡോണ പൗല എന്ന ഒരു ഹൈലൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു ഐലൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലം. അവിടെ ഒരു പവലിയനുണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 4 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. ഞാൻ അതിൻ്റെ ദൃശ്യ ഭംഗി നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോണ പവലിയനിൽ നിന്ന് ഹൈലൈറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. സമുദ്രത്തിൻ്റെ വശത്തായിട്ട് ഹ്യൂജ് ബിൽഡിങ്സ് ഉണ്ട്. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. ഈ ഹൈലൈറ്റിലേക്ക് കടന്നു വരാനുള്ള പാത്താണ് നിങ്ങൾ കാണുന്നത്. ഈ വഴിക്ക് ഇതിനകത്തേക്ക് കടന്നു വന്നാലൊരു ആക്ച്വലി നാട്ടുഭാഷയിൽ പറഞ്ഞ ഒരു തുരുത്ത് എന്ന് തന്നെ പറയാം. ഇത് വളരെ ഉയർന്ന ഒരു സ്ഥലമാണ്. ഈ ഉയർന്ന സ്ഥലത്തേക്കുള്ള പവനിലേക്കുള്ള സ്റ്റെയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ദൃശ്യം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ഇത്രയധികം സമുദ്രം നമ്മൾ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഗോവയിലില്ല. ഇത്രയധികം സമുദ്രത്തെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഗോവയിൽ മറ്റൊരു പോയിന്റുമില്ല. അതുകൊണ്ട് ഗോവ സഞ്ചാരികളായിട്ടുള്ള എല്ലാവരും, ഈ വീഡിയോ കാണുന്നവർ ഡോണ പവലിയൻ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഡോണ പവലിയനിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആളുകൾ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോൾഫിൻ പൊങ്ങി മറിയുന്നതാണ് നിങ്ങളിപ്പോൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോവയിൽ ഡോണ പവലിയൻ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെൻറ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഹൈറ്റ് ഏരിയയാണ്. ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന ദൃശ്യങ്ങൾ അത് അതിമനോഹരവും നയന സുഖമുള്ളതുമാണ്. 4 പാടും നമുക്ക് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. ഇത്രയധികം മനോഹരമായിട്ടുള്ള ഒരു സമുദ്ര കാഴ്ച നമുക്ക് ഗോവയിൽ മറ്റൊരിടത്തും ഇല്ല എന്ന് തന്നെ പറയാം. നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. അവരെല്ലാം ഫോട്ടോഗ്രാഫ്സിനും അതുപോലെ തന്നെ ഈ സമുദ്രത്തിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കുന്നതിനും വേണ്ടിയിട്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഗോവ സന്ദർശിക്കുകയാണെങ്കിൽ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ഡോണ പവലിയൻ എന്ന് പറയുന്ന ഈ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലം. അതുകൊണ്ട് ഇത് ആരും മിസ് ചെയ്യരുത് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് സമുദ്രത്തിൻ്റെ ഭംഗി അതിലേക്ക് കിടക്കാം.